ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ്, മോഹിനി ഏകാദശി. 2025 മെയ് മാസം 8-ാം തീയതി വ്യാഴാഴ്ച. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 മെയ് മാസം 7-ാം തീയതി രാവിലെ 10:19 മുതൽ 2025 മെയ് മാസം 8-ാം തീയതി ഉച്ചയ്ക്ക് 12:29 വരെയാണ്. വൈഷ്ണവ വിശ്വാസമനുസരിച്ച് ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിവസത്തിലാണ് ഏകാദശിയായി ആചരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഏകാദശി മോഹിനി ഏകാദശി 2025 മെയ് മാസം 8-ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ്. ഏകാദശി എങ്ങനെയാണ് ആചരിക്കുന്നത്? ഏകാദശിയുടെ തലേ ദിവസം എല്ലാവരും തന്നെ ഒരിക്കലുണ്ണും, അതായത് ഒരു നേരം മാത്രം അരിഭക്ഷണം ഉപയോഗിക്കും. ബാക്കി 2 നേരവും ഗോതമ്പോ പഴവർഗ്ഗങ്ങളോ എന്തെങ്കിലും കഴിക്കും. ഏകാദശിയുടെ ദിവസം പഴയ കാലത്ത് കേരളത്തിലുള്ള ആളുകൾ അരിഭക്ഷണം മാത്രമായിരുന്നു ഒഴിവാക്കിക്കൊണ്ടിരുന്നത്. ഗോതമ്പും റവയും ഒക്കെ തന്നെ കഴിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഗുരുവായൂർ പോലും ഏകാദശി ദിവസം ഗോതമ്പ് കൊടുക്കാറുള്ളത്, ഗോതമ്പിൻ്റെ ഉപ്പുമാവ്, കഞ്ഞി ഇവയൊക്കെ കൊടുക്കാറുള്ളത്. പക്ഷേ വൈഷ്ണവ വിശ്വാസം അനുസരിച്ചിട്ട് ഏകാദശി ദിവസങ്ങളിൽ ഒരു തരത്തിലുള്ള ധാന്യങ്ങളും ഉപയോഗിക്കാറില്ല. അതായത് ഗോതമ്പ്, റാഗി, തിന, ഓട്സ് മുതലായ ഒരു തരത്തിലുള്ള ധാന്യങ്ങളും ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങൾ, അത് ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. മണ്ണിനടിയിൽ വളരുന്ന പച്ചക്കറികൾ, അതുപോലെ പച്ചക്കറികൾ, വെള്ളരിക്ക, പടവലങ്ങ, ക്യാരറ്റ് ഇങ്ങനെയുള്ള പച്ചക്കറികൾ ഉപയോഗിക്കാറുണ്ട്. ചൗവരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചൗവരി പാലിൽ കാച്ചി ഉപയോഗിക്കാറുണ്ട്. പാലുൽപ്പന്നങ്ങൾ, പാല്, മോര്, തൈര്, പനീർ ഇങ്ങനെയുള്ള സാധനങ്ങൾ, വെണ്ണ, നെയ്യ് ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. നിലക്കടല, കപ്പലണ്ടി ഉപയോഗിക്കാറുണ്ട്. പഴവർഗ്ഗങ്ങൾ ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ഏകാദശി ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏകാദശി പുഴുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്, പച്ചക്കറികളെല്ലാം ചേർത്തിട്ട്. ഉള്ളി, വെളുത്തുള്ളി മുതലായ സാധനങ്ങളൊന്നും തന്നെ ചേർക്കാറില്ല. കടുക് വറക്കാറില്ല. ജീരകം ഉത്തരേന്ത്യയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയാണ് ഏകാദശിയുടെ വ്രതഭക്ഷണം. അതല്ലെങ്കിൽ ഒന്നുകിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഏകാദശി എടുക്കാം, അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഉപവസിക്കാം. അതല്ലെങ്കിൽ ജലം മാത്രം കുടിച്ചുകൊണ്ട് ഇരിക്കാം, പാലും പാലുൽപ്പന്നങ്ങളും കഴിച്ചുകൊണ്ടിരിക്കാം, പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് അതനുസരിച്ചിട്ട് എടുക്കുക. എപ്പോഴുമുള്ള ഒരു സംശയമാണ് ചായ കുടിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. ചില ആളുകൾക്ക് ചായ കുടിച്ചില്ലെങ്കിൽ വല്ലാതെ തലവേദന എടുക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ രാവിലെ ഒരു ചായ, വൈകുന്നേരം ഒരു ചായ അത്രയും കുടിക്കുക. ഇല്ലെങ്കിൽ അവർക്ക് ആ വ്രതം എടുത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ വരും. നമ്മൾ എപ്പോഴും നമ്മുടെ ശരീരത്തിനെ ഉപദ്രവിച്ചുകൊണ്ട് വ്രതം എടുക്കരുത്. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾക്ക് വ്രതം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. എനിക്ക് പട്ടിണി കിടന്ന് വ്രതം എടുക്കാൻ സാധിക്കുകയില്ല, ജോലിക്ക് പോകണം, ഇങ്ങനെ പറയും ആളുകൾ. അല്ലെങ്കിൽ മരുന്ന് കഴിക്കണം, ഗർഭിണികളാണ്, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവരാണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അവരൊക്കെ തന്നെ ആഹാരം കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുക. നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവരാണ്, രാവിലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ഗർഭിണികളാണ്, അവർക്ക് രാവിലെ
പാലിനകത്ത്, പശുവും പാലിനകത്ത് ചൗവരി കാച്ചിയിട്ട് നിങ്ങൾക്കത് ഭഗവാനെ സമർപ്പിച്ചിട്ട് അത് പ്രസാദമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. നല്ല ഒരു മീലാണ്. പഴങ്ങൾ കഴിക്കാം. ഉച്ചയ്ക്ക് ഒരു ഏകാദശി പുഴുക്ക് നിങ്ങൾക്കുണ്ടാക്കി കഴിക്കാം. ഏകാദശി പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ കൗസ്തുഭം വെജ് ഫുഡ്സിനകത്ത് കിടപ്പുണ്ട്. എല്ലാവർക്കും അറിയാം എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം. ഇട സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് പഴവർഗ്ഗങ്ങൾ കഴിക്കാം. സുഖമില്ലാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ഗർഭിണികൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ, ജോലിക്ക് പോകുന്നവർക്ക് ഒക്കെ ഇങ്ങനെ കഴിക്കാം. രാത്രിയിലും അത് സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിക്കാൻ സാധിക്കുന്നെങ്കിൽ അത്രയും നല്ലത്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാം. ഇങ്ങനെ വേണം വ്രതം എടുക്കാനായിട്ട്. ഇതിൽ ഇത്തവണ തലേ ദിവസം, അതായത് മെയ് മാസം 7-ാം തീയതി ബുധനാഴ്ച ദിവസം ഏകാദശി തുടങ്ങുന്നത് രാവിലെ 10:19 മുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരിക്കൽ അരിഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അതായത് ഒരിക്കൽ ഊണ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ രാവിലെ അരിഭക്ഷണമാക്കുന്നത് വളരെ നല്ലതാണ്. അതായത് 10 മണിക്ക് മുമ്പ് ഇഡ്ഡലിയോ ദോശയോ ഒക്കെ രാവിലെ അങ്ങ് കഴിച്ചോളൂ. ഉച്ചയ്ക്ക് പഴവർഗ്ഗങ്ങളോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് ഉപയോഗിക്കാം, തലേ ദിവസമായതുകൊണ്ട്. അതല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏത്തപ്പഴം പുഴുങ്ങിയതൊക്കെ കഴിക്കാം. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അങ്ങനെയൊന്ന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളരെയധികം നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ അരിഭക്ഷണത്തിന് മാത്രം എന്താണ് പ്രശ്നമെന്ന്. അരിഭക്ഷണത്തിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. നമ്മൾ എല്ലാ ദിവസവും അരിഭക്ഷണം കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് മലയാളികൾ. കാരണം നമ്മൾ രാവിലെ ഒന്നുകിൽ ഇഡ്ഡലി ഉണ്ടാക്കും, അതല്ലെങ്കിൽ ദോശ, ഇടിയപ്പം, അപ്പം, പുട്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലായും രാവിലെ ഉപയോഗിക്കുന്നത്. ഉച്ചയ്ക്ക് ചോറുണ്ണും. ചിലർ വൈകുന്നേരം കഞ്ഞി കുടിക്കും, അല്ലെങ്കിൽ ചിലർ ചപ്പാത്തി, അല്ലെങ്കിൽ ദോശ, അല്ലെങ്കിൽ ഉപ്പുമാവ്, ഇതൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോഴും അരിഭക്ഷണം കൂടുതലായും നമ്മുടെ ഒരു ഡയറ്റിൽ കൂടുതലായും ഉള്ളതുകൊണ്ട് ഈ വ്രത ദിവസങ്ങളിൽ ഈ കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെ ഒന്ന് കുറയ്ക്കുക. അധികമായാൽ അമൃതും വിഷം തന്നെയാണ്. അപ്പോൾ ഈ വ്രതങ്ങളൊക്കെ എടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ആരോഗ്യസ്ഥിതിക്ക് വേണ്ടി തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശരീരത്തിന് ഒരു റെസ്റ്റ് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. സ്ഥിരമായി ഏകാദശിയും പ്രദോഷവും ഷഷ്ഠിയും എടുക്കുന്ന ആളുകളുടെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, അതുപോലെ ഷുഗറിൻ്റെ ലെവല്, ഇതൊക്കെ തന്നെ വളരെ സാധാരണഗതിയിലാകുന്നതായിട്ട് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിന് അത് അങ്ങേയറ്റം ഉത്തമമാണ്. ചിലർക്ക് ആഹാരം കഴിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും, ഗ്യാസ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഉപവസിക്കാൻ സാധിക്കുന്നവർ മാത്രം ഉപവസിക്കുക. അതല്ലാത്ത ആളുകൾ നമ്മൾ ഈ പറഞ്ഞതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതം എടുക്കുക. ഇനി എന്ത് നിങ്ങൾ കഴിച്ചാലും, അങ്ങനെയാണ് പറയുന്നത്, ഏകാദശി ദിവസം നിങ്ങൾ എന്ത് കഴിച്ചാലും അത് ഭഗവാനെ സമർപ്പിച്ചതിന് ശേഷം ഭഗവാന്റെ പ്രസാദമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പുഴുക്കുണ്ടാക്കുന്നു, കുറച്ച് പുഴുക്ക് എടുത്തിട്ട് വിളക്ക് തെളിയിച്ച് ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം അത് നിങ്ങളുടെ ബാക്കി പുഴുക്കിനകത്തേക്ക് ചേർത്ത് ഇളക്കി നിങ്ങൾക്ക് ആ പുഴുക്ക് ഉപയോഗിക്കാം. ചൗവരി അത് വളരെ നല്ലതാണ്. പാലിൽ കാച്ചി നിങ്ങൾക്ക് കുടിക്കുന്നത് നമ്മുടെ വയറൊക്കെ നന്നായിട്ട് നിറയും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിറ്റേ ദിവസം, ഏകാദശിയുടെ പിറ്റേ ദിവസം പാരണ വീടണം. പാരണ വീടുന്നതിന് ഓരോ സ്ഥലത്തും ഓരോ സമയങ്ങളുണ്ട്. കേരളത്തിലെ സമയമല്ല തമിഴ്നാട്ടിലെ സമയം, ചെറിയ വ്യത്യാസങ്ങൾ വരും. വിദേശ രാജ്യങ്ങളിലുമൊക്കെ തന്നെ വ്യത്യാസങ്ങളുണ്ട്. പാരണാ സമയവും ഹരിവാസര സമയവും ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. ഇനി ഏകാദശിയുടെ വ്രതകഥ. ഏകാദശിയുടെ വ്രതകഥ ഏകാദശി ദിവസം കേൾക്കുന്നതും ഏകാദശിയുടെ പാരണാ സമയത്ത് കേൾക്കുന്നതും പറയുന്നതും വളരെയധികം ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കഥ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഈ കഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏകാദശി ദിവസം നിങ്ങൾ വീണ്ടും കേൾക്കണം.
ഈ വ്രതകഥ. അതുകൂടാതെ തന്നെ ഇത് മനസ്സിലാക്കിയിട്ട് കേട്ട് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അപ്പോൾ 2 തവണ നിങ്ങൾ കേൾക്കും. ഇപ്പോൾ നിങ്ങൾ കേൾക്കും, ഏകാദശി ദിവസവും കേൾക്കും. അങ്ങനെ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഏകാദശിയുടെ പാരണ വീടുന്ന ആ സമയത്ത്, ആ പ്രാർത്ഥനാ സമയത്ത് നിങ്ങൾ ഈ കഥ ഒന്ന് പറയുന്നത്, ഒന്ന് ആവർത്തിക്കുന്നത്, നാമം ജപിക്കുന്നതിൻ്റെ കൂടെ ആവർത്തിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അങ്ങനെ കഥ പറഞ്ഞ് പ്രാർത്ഥിക്കണം, ഏകാദശി ദിവസം കഥ കേൾക്കണം എന്നൊക്കെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ഏകാദശി പൂർത്തിയാവുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകാദശിയുടെ വ്രതകഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് മോഹിനി ഏകാദശിയുടെ വ്രതകഥ പത്മപുരാണത്തിലാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. യുധിഷ്ഠിരൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്, അല്ലയോ ശ്രീകൃഷ്ണ, വൈശാഖ മാസത്തിലെ ഈ പുണ്യമായ ഏകാദശിയെ എന്താണ് വിളിക്കുന്നത്? ഈ ഏകാദശിയുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ് മോഹിനി ഏകാദശി. ഈ ഏകാദശിയെ പറ്റി ഒരിക്കൽ ശ്രീരാമചന്ദ്രൻ തൻ്റെ ഗുരുവായ വസിഷ്ഠനോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വസിഷ്ഠൻ ശ്രീരാമചന്ദ്രന് എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് ഇവിടെ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നു. ഭഗവാൻ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. സരസ്വതി നദിയുടെ തീരത്ത് ഭദ്രാവതി എന്നൊരു നഗരം ഉണ്ടായിരുന്നു. അവിടെ ധൃതിമാൻ എന്ന ഒരു രാജാവ്, ചന്ദ്രവംശ രാജാവ് ഭരിച്ചിരുന്നു. രാജാവ് സത്യസന്ധനായിരുന്നു, പ്രജാവത്സലനായിരുന്നു. ഈ രാജാവിൻ്റെ രാജ്യത്ത് ഒരു ധനികൻ താമസിച്ചിരുന്നു. ധനികനായ വ്യാപാരിയായിരുന്നു അയാൾ. അയാളുടെ പേര് ധനപാൽ എന്നായിരുന്നു. ഈ വ്യാപാരി അത്യന്തം ധർമ്മപ്രവർത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അയാൾ ധാരാളം അഭയകേന്ദ്രങ്ങൾ, കിണറുകൾ, പൂന്തോട്ടങ്ങൾ, ആശ്രമങ്ങൾ, കുളങ്ങൾ, വീടുകൾ ഒക്കെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി വെച്ചു കൊടുത്തിരുന്നു. അയാൾ ഒരു വലിയ വിഷ്ണു ഭക്തനും കൂടിയായിരുന്നു. ഇയാൾക്ക് 5 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. ഈ 5 ആൺമക്കളുടെ പേരുകളാണ് സുമൻ, ദ്യുതിമാൻ, മേധവി, സുഹൃതാൻ, ദൃഷ്ടബുദ്ധി. ഇങ്ങനെ 5 ആൺമക്കൾ. അതിൽ ഈ ദൃഷ്ടബുദ്ധി ഒരു ദുഷ്ടനായിരുന്നു, ഇളയ മകൻ. അവന് സ്ഥിരമായി ഈ വേശ്യാലയത്തിൽ പോവുകയും വേശ്യകളുമായി സംസർഗം നടത്തുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരോട് യാതൊരു ബഹുമാനവും കാണിക്കാത്ത ആളായിരുന്നു. ദൈവനിഷേധിയായിരുന്നു. അതുപോലെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഒന്നും തന്നെ യാതൊരു വിധത്തിലും അനുസരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാത്ത ഒരു ദുഷ്ടനായിരുന്നു. ധാരാളം അനീതികൾ അവൻ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ ഗ്രാമത്തിലുള്ള ഒരു സ്ത്രീയെ ഇവൻ കടന്നു പിടിക്കുകയാണ്. ആ സ്ത്രീയും ഒരു വേശ്യയായിരുന്നു. ഈ കാര്യം ഇത് നഗരവീഥിയിൽ വെച്ചിട്ടാണ് ഈ കുട്ടി, ഈ ദൃഷ്ടബുദ്ധി ഇങ്ങനെ ചെയ്തത്. ഈ കാര്യം എല്ലാവരും കാണുകയും ഉടൻ തന്നെ ഈ ധനികനെ, ഈ അച്ഛനെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ പിതാവ് നാണക്കേട് സഹിക്കവയ്യാതെ, സങ്കടം സഹിക്കവയ്യാതെ ഈ മകനെ വീട്ടിൽ നിന്നും പുറത്താക്കി. ബന്ധുക്കളും ഇവനെ സ്വീകരിച്ചില്ല. അങ്ങനെ അവന് വളരെയധികം ദുഃഖം തോന്നി. കാരണം ഇവന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അച്ഛൻ്റെ ധനം കൊണ്ടായിരുന്നു ഇവൻ ജീവിച്ചു കൊണ്ടിരുന്നത്. പുറത്താക്കി കഴിഞ്ഞപ്പോൾ ആരും ഇവനെ സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഇവൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു, ലക്ഷ്യമില്ലാതെ അലഞ്ഞു. അങ്ങനെ എന്തു ചെയ്യും എന്നറിയാതെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ അവൻ ഒരു മുനിയുടെ ആശ്രമത്തിൻ്റെ അടുക്കലേക്ക് എത്തുകയാണ്. കൗണ്ഡിന്യ മുനിയുടെ ആശ്രമത്തിലാണ് അവൻ എത്തിച്ചേർന്നത്. ആ മാസം വൈശാഖ മാസമായിരുന്നു. മഹർഷി ഗംഗാനദിയിൽ പോയി സ്നാനം ചെയ്തതിനു ശേഷം
തിരിച്ചു വരുന്ന സമയമായിരുന്നു. വളരെയധികം നിരാശവാനായ ആ ദൃഷ്ടബുദ്ധി മുനിയെ സമീപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: മുനി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുഷ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടി. ഇപ്പോൾ എന്നെ എൻ്റെ അച്ഛനും ബന്ധുജനങ്ങളും എല്ലാവരും തന്നെ ഉപേക്ഷിച്ചു. ഞാനിന്ന് വളരെയധികം ദുഃഖിക്കുന്നു. ഈ പാപങ്ങളിൽ നിന്നുമൊക്കെ ഒരു മോചനം ലഭിക്കുന്നതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഈ മഹർഷിയെ ഈ ദുഷ്ടബുദ്ധി നമസ്കരിച്ചു. ഉടനെ തന്നെ ഈ മുനി ദൃഷ്ടബുദ്ധിയോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു: വൈശാഖ മാസത്തിലെ ഏറ്റവും ശോഭയുള്ള മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. ഈ ഏകാദശി ദിവസം നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിൽ, ഉപവസിച്ച് നാരായണനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിങ്ങൾ ചെയ്ത എത്ര വലിയ പാപം പോലും നശിക്കുന്നതാണ്. അതായത് മേരുപർവ്വതം പോലെയുള്ള ഭീമാകാരമായ പാപങ്ങൾ പോലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങൾ പോലും ഇല്ലാതാകും എന്ന് മുനി പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ജന്മങ്ങൾ പോലും ഭഗവാൻ തരത്തില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ മുനിയുടെ ഉപദേശപ്രകാരം ദൃഷ്ടബുദ്ധി മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയാണ്. അങ്ങനെ ആ ഏകാദശി വ്രതത്തിലൂടെ ഈ ദൃഷ്ടബുദ്ധിയുടെ പാപങ്ങളെല്ലാം തന്നെ നശിച്ചെന്നും അവസാനം വൈഷ്ണവ ലോകത്തു നിന്നും ഗരുഡ ഭഗവാൻ തൻ്റെ താഴേക്ക് വന്ന് ദൃഷ്ടബുദ്ധിയെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി എന്നുമാണ് കഥ പറയുന്നത്. ഇതാണ് മോഹിനി ഏകാദശിയുടെ വ്രതകഥ. ഈ വ്രതകഥ വശിഷ്ഠ മഹർഷി ശ്രീരാമന് ഉപദേശിച്ചു കൊടുത്തതാണ്. ഈ കാര്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, മോഹിനി ഏകാദശി വ്രതം ഏറ്റവും പുണ്യകരമാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയോ കഥ കേൾക്കുകയോ ചെയ്യുന്ന ഏതൊരുവനും അവൻ്റെ പാപങ്ങളെല്ലാം തന്നെ നശിക്കുകയും അവൻ 1000 പശുക്കളെ ദാനം ചെയ്യുന്നതിന് തുല്യമായ പുണ്യം ലഭിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും പശ്ചാത്താപത്തിന് വലിയ പ്രാധാന്യം ഭഗവാൻ കൊടുക്കുന്നുണ്ട്. പശ്ചാത്തപിക്കുക, വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഏകാദശിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത്. ഇനി അറിയാനുള്ളത് പാരണാ സമയവും ഹരിവാസര സമയവുമാണ്. അത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമാണ്. അത് ഞാൻ അടുത്ത ദിവസം വീഡിയോ ആയിട്ട് ഇടാം. നിങ്ങൾ ആ പാരണാ സമയവും ഹരിവാസര സമയവും മനസ്സിലാക്കുക. അതനുസരിച്ചിട്ട് തന്നെ പാരണ വീടുക. മോഹിനി ഏകാദശിയെപ്പറ്റി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.